സർ, അമേരിക്കയ്ക്കും ട്രംപിനും തുടരെ തുടരെ തിരിച്ചടികൾ ലഭിക്കുകയാണ്. പുറത്തുനിന്നല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ. ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രമായ ഫിൻലാൻഡിന്റെ വിദേശകാര്യ മന്ത്രിയായ എലീന വോൾട്ടനൻ പറയുകയാണ് ഇന്ത്യക്കെതിരെ താരിഫ് ഉയർത്തിയ ട്രംപിന്റെ നടപടിയെക്കുറിച്ച്. അവർ ഇന്ത്യക്കെതിരെ താരിഫ് ഉയർത്താൻ സാധിക്കില്ലെന്നും ഇന്ത്യയുമായി താരിഫ് ഉയർത്തുകയല്ല, താരിഫ് കുറച്ചിട്ട് ഇന്ത്യയുമായി മെച്ചപ്പെട്ട വ്യാപാര ബന്ധം നിലനിർത്തുകയാണ് വേണ്ടതെന്നും പറയുന്നു ഫിൻലാൻഡിന്റെ മന്ത്രി. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നൊക്കെ ട്രംപിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ട്രംപ് ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയോ അവരിൽ നിന്നെല്ലാം തിരിച്ചടികൾ ലഭിക്കുന്ന കാഴ്ച. യഥാർത്ഥത്തിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും ഒരു തകർച്ച ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് നടക്കുകയല്ലേ? ഒപ്പം അതിന് കൂടെ നിൽക്കാത്ത യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രങ്ങളും. ഇതിനെ എങ്ങനെ വിലയിരുത്താം? അതായത് ചരിത്രത്തിന്റെ താളുകളിൽ ഈ ട്രംപ് അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന് എഴുതി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ അമേരിക്കയെ കൂടുതൽ നാശത്തിലേക്ക് അല്ലെങ്കിൽ പതനത്തിലേക്ക്, ഒരുപക്ഷെ ഒന്നാമത് ഉണ്ടായിരുന്ന അമേരിക്ക അങ്ങ് അവസാനത്തിലേക്കോ അല്ലെങ്കിൽ നാശത്തിലേക്കോ പോകുന്ന രീതിയാണ്. കാരണം ഗോർബച്ചോവ് ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ നാശത്തിന് കാരണമായിട്ടുള്ള ഭരണാധികാരി, അല്ലെങ്കിൽ പല ഭരണാധികാരികളെ പറ്റിയും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതും അല്ലെങ്കിൽ നാശത്തിന് കാരണമായിട്ടുള്ളതുമായിട്ട് വരുന്ന ഭരണാധികാരികൾക്കകത്ത് ഈ ട്രംപ് അമേരിക്കയുടെ നാശ കാരണമായിട്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം ഈ നമുക്കെതിരെയുള്ള തീരുവ അത് തന്നെ അദ്ദേഹം അശാസ്ത്രീയമായിരുന്നു. തുടക്കത്തിൽ തന്നെ പല ആൾക്കാരും പറഞ്ഞതാണ് ഇന്ത്യക്കെതിരെ നീങ്ങണ്ട, അത് അമേരിക്കയ്ക്ക് എല്ലാ രീതിയിലും നാശമുണ്ടാക്കും, ലോക നിലവാരത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കും. അത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആ ഒരു നീക്കവുമായിട്ട് 50% താരിഫ്, ഇപ്പൊ 100% മരുന്നിന് താരിഫ്, ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ്, വീണ്ടും വീണ്ടും ഈ പറയുന്നത് പോലെ ഓരോന്നിനകത്തും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമ്മുടെ പോർട്ടുകൾക്ക് അല്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള പോർട്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെയുള്ള ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ഇന്ധനം വാങ്ങിക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതോടുകൂടി ഇന്ത്യക്ക് എതിരെ ആ നീക്കത്തിന് പിന്തുണയുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും ഇടയിലേക്കും G7 രാജ്യങ്ങൾക്കും ഇടയിലേക്കൊക്കെ ട്രംപ് ചെല്ലുമ്പോൾ അത് നടക്കത്തില്ല എന്ന് ഇതുവരെ എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ അനുസരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പറയുകയും അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടുള്ള ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയാ പറയുന്നത് അത് നടക്കത്തില്ല, ഇന്ത്യക്കെതിരെ ഒരു നീക്കം പറ്റത്തില്ല. റഷ്യയും ചൈനയും കാണുന്നതിൽ ഇന്ത്യയെ കാണാൻ പറ്റത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ വലിയ വലുപ്പത്തിൽ സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് വളരെ ദീർഘകാലത്തെ സൗഹൃദമുണ്ട്. അവരുമായിട്ട് താരിഫിന്റെ പേരിലായാലും മറ്റെന്ത് പേരിലായാലും ഒരു നീക്കം നടത്താൻ ഞങ്ങളും തയ്യാറല്ല. ഈ പറയുന്ന ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുടെ ഞങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള താരിഫിനെക്കാട്ടി കുറഞ്ഞ താരിഫിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ബന്ധം ഉണ്ടാക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്നുള്ള താല്പര്യം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ ആഭ്യന്തര വിഷയങ്ങൾ അറിയാമല്ലോ. ആഭ്യന്തര വിഷയം, പണപ്പെരുപ്പം, ഈ പറഞ്ഞ താരിഫ് കൊണ്ട് അവിടുത്തെ സാധാരണക്കാരനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഏറ്റവും അവസാനം മണി ബില്ല് പാസ്സാക്കാൻ വയ്യാതെ ഷട്ട് ഡൗണിലേക്ക് പോകുന്ന ഇത് നേരത്തെ ട്രംപ് ഇരുന്നപ്പോൾ സംഭവിച്ചതാണ്. അന്ന് 7 മാസം ഷട്ട് ഡൗണിലായിരുന്നു, വീണ്ടും ഷട്ട് ഡൗണിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിന്റെ വാശി ഇത് അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുള്ള തർക്കം ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ മണി ബില്ല് പാസ്സാക്കാൻ നോക്കുന്നു. ആ മണി ബില്ല് പാസ്സാകാതെ വരുമ്പോൾ ഏതാണ്ട് 5.5 ലക്ഷത്തോളം വരുന്ന ഈ കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഒരു രാജ്യത്തിന്റെ എക്കണോമിയെ ഏത് രീതിയിൽ ബാധിക്കും? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഷട്ട് ഡൗൺ സംഭവിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ എക്കണോമി എന്തും വേണ്ടി പുറകിൽ പോയെന്നറിയോ? ഒരു രാജ്യത്തിന്റെ ഓപ്പറേഷൻസ് മൊത്തം നിൽക്കുകയാണ്. അതായത് പാസ്പോർട്ട് ഓഫീസ് വരെ, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ രീതിയിലും ഇതിനകത്ത് ഏറ്റവും ആശുപത്രി സേവനങ്ങളും സൈനിക സേവനങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്പറേഷൻസും ഒരു രാജ്യത്തിന്റെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ചോദിച്ചിട്ടെ, നമുക്ക് ശമ്പളം കിട്ടി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ശമ്പളം കിട്ടാതെ വന്ന ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ ഇവിടുത്തെ കൂട്ട് മാങ്ങാവർച്ചി തിന്നാനോ അല്ലെങ്കിൽ ചേമ്പ് മാന്തി എടുക്കാനോ ചീനി മാന്തി എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വെടിയുണ്ട മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെളിയിൽ നിന്നൊക്കെ ഇറക്കുകയും ചെയ്യുന്നതാ. ഇതൊക്കെ മേടിച്ചെടുക്കണ്ടേ? ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ ഈ പറയുന്ന കടവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്തിന്റെ നമ്പർ 1 നോക്കുമ്പോൾ ഉള്ള രാജ്യമായത്. അപ്പൊ ഈ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിട്ട് വലിയ വിഷയത്തിലേക്ക് പോകും.
അതായത് 4 വഴിക്ക് നിന്നും ട്രംപിനെ അടിക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം കൊണ്ട് അദ്ദേഹത്തെ അടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വോട്ടർമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരായിരുന്നു. നമ്മൾ ഓരോ പാർട്ടിക്ക് ചെയ്ത വോട്ടർമാരില്ലേ, ഇടനിലക്കാരായിട്ടുള്ള വോട്ടർമാരായിരുന്നു കൂടുതൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി. അവർക്ക് ഏറ്റവും ദോഷമാകുന്ന രീതിയിലേക്കുള്ള തീരുമാനം ഇപ്പൊ ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങൽ ശേഷി കുറവാണല്ലോ. ആ വാങ്ങൽ ശേഷി കുറവുള്ളവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ ചൈനയുടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളായിരുന്നു. ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി വെച്ചാൽ അവരെങ്ങനെ മേടിക്കും? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതുപോലെ മാത്രമല്ല ഇദ്ദേഹം പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. പിരിച്ചുവിടൽ ഭീഷണിയിലേക്ക് പോകും. ഒരു രാജ്യത്ത് ഇത്രയും ആൾക്കാരെ പിരിച്ചുവിട്ടിട്ട് ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിന് എങ്ങനെ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ എന്തിനാ വെച്ചേക്കുന്നത്? ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ ഓടിക്കുന്നതിന് വേണ്ടി, ആ രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടി, ആ രാജ്യത്തിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിയാണല്ലോ ഉദ്യോഗസ്ഥർ. അത് ഇത്രയും പേര് രാജിവെച്ചാൽ പിന്നെ ആരും ഓപ്പറേറ്റ് ചെയ്യും? മാത്രമല്ല ഇദ്ദേഹം ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിനകത്ത് വന്നു, നമ്മൾ കണ്ടില്ലേ, H1 വിസയുടെ തുക കൂട്ടിയിട്ടില്ലേ? അപ്പൊ നമ്മൾ 78% ഈ പറയുന്ന ആ വിസയെ ആശ്രയിക്കുന്നവരും അത്തരത്തിൽ ജോലി ചെയ്യുന്നവരും ഇന്ത്യക്കാരാണ്. ഇപ്പം ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വിസയ്ക്കകത്ത് ഇത് കൂട്ടിയത് കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള കമ്പനികൾ മൊത്തം ഈ ഉദ്യോഗാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തേക്ക് വരും. അതായത് ഇന്ത്യയിലേക്കൊക്കെ വരാൻ പോകും. ഇന്ത്യക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന ഒരവസ്ഥ. ഇയാളുടെ വികലമായ തീരുമാനം കൊണ്ട് ഒരു കമ്പനി ആ അമേരിക്കയിൽ നിന്ന് പൂട്ടിക്കെട്ടി വേറൊരു രാജ്യത്തിലേക്ക് വരുമ്പോൾ ആർക്കതിന്റെ ഗുണം? ഇയാൾ ഇന്ത്യക്കാരെ പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കാർ അങ്ങോട്ട് ചെന്നാൽ അവന്റെ കൂടുതൽ കാശ് മേടിച്ചിട്ട് അവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരിനി അങ്ങോട്ട് ചെല്ലുന്നുമില്ല, ആ കമ്പനിയും കൂടെ അവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ചു. അതാ ഏത് കമ്പനികളൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അമേരിക്കൻ കമ്പനി, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ആ നിരയിൽ വരുന്ന അത്തരത്തിലുള്ള കമ്പനികളാണ് ഈ IT മേഖലയിലുള്ള കമ്പനികൾ. ഇതൊക്കെ അമേരിക്കയുടെ സ്വന്തം കമ്പനികളും അമേരിക്കയിൽ നിന്നുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരും ഒക്കെയാണ്. അവരുടെ കമ്പനി അവർക്ക് ബിസിനസ് എപ്പോഴും അവർക്ക് താല്പര്യമുള്ള രീതിയിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ. അതുപോലെ അവർക്ക് ഈ ഉദ്യോഗസ്ഥാർത്ഥികളെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന തുകയിൽ അവിടെ കൊണ്ടുപോയി ജോലി ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അങ്ങനെ ആ ഉദ്യോഗസ്ഥാർത്ഥികൾ അവിടെ ചെല്ലാതിരിക്കുന്ന അവസ്ഥ വന്നാൽ കമ്പനി പൂട്ടിപ്പോവുകയും ചെയ്യുന്നു. അപ്പം ആ കമ്പനി പൂട്ടിപ്പോകാതിരിക്കുന്നതിനും അവർക്ക് ലാഭമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരതിനുള്ള സാധ്യത കണ്ടെത്തും. അതുകൊണ്ടായി പറഞ്ഞ ആപ്പിളിന്റെ മുതലാളി കൊണ്ട് പറഞ്ഞത്, കൊച്ചാട്ട ഇത് ഇവിടെ കൊണ്ടുവച്ച് നടത്താൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അമേരിക്കക്കാരനൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ കൊണ്ട് കമ്പനി തുടങ്ങണം, അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്താൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഞാൻ അവിടെ 10 രൂപയ്ക്ക് ജോലി ചെയ്യിക്കുന്നതിന് ഇവിടെ കൊണ്ട് എത്ര രൂപയ്ക്ക് ജോലി ചെയ്യിക്കാൻ പറ്റും? അതിന്റെ 5 ഇരട്ടി കാശ് ഞങ്ങൾ കൊടുക്കണ്ടേ? ഇവിടെ ഒരു കമ്പനി ഉണ്ടാക്കുന്നതിന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒരു കമ്പനി ഉണ്ടാക്കുന്നതിന് എത്ര ഇരട്ടി തുക ഞാൻ മുടക്കണം? അപ്പൊ ഞാനിപ്പം ആപ്പിളിന്റെ ഒരു ഫോണിന് 1.5 ലക്ഷം രൂപയ്ക്ക് ഉപഭോക്താവിന് കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ഇവിടെ നിർമ്മിച്ചിട്ട് ഞാൻ എത്ര 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം? ഇവിടെ കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് ഈ സാധനം അമേരിക്കയിൽ കൊണ്ടുവന്ന് ഇന്ത്യ മേക്ക് ചെയ്ത് വിൽക്കുന്നത്. അപ്പൊ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ട്രംപിനോട് ബഹുമാനമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, അതൊക്കെ ശരി, ഒരു കാര്യം അദ്ദേഹത്തെ. പക്ഷേ ഈ കമ്പനി ഇവിടുന്ന് നമുക്ക് അവിടെ തുടങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. അതായത് ഈ പറഞ്ഞു വന്നത് എല്ലാ അർത്ഥത്തിലും അമേരിക്ക വീഴുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് അല്ല ഇത് ലാസ്റ്റിലേക്കാണ് അമേരിക്ക പോകുന്നത്. അതായത് ചവിട്ടിക്കൂട്ടി കളയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും G7 രാജ്യങ്ങളും ഒരുപക്ഷെ GCC രാജ്യങ്ങളും ആരും ഒരുപക്ഷെ പറയുന്നത് അനുസരിക്കാത്ത ഒരവസ്ഥ, ഒരു ആളുടെ നാശത്തിന്റെ ലക്ഷണം അകത്തുനിന്നും പുറത്തുനിന്നും കാണുന്നു. അതായത് ട്രംപ് വീഴുന്നു, അമേരിക്ക ഈ പറയുന്നു കുതിക്കുവല്ല കിതയ്ക്കുന്നു എന്ന് വേണം പറയാൻ. അതാണ് ഏറ്റവും ഒടുവിൽ ഫിൻലാൻഡിന്റെ വിദേശകാര്യ മന്ത്രി പോലും പറയുകയാണ് ഇന്ത്യക്കെതിരായ താരിഫ് തെറ്റായ ഒരു നടപടിയാണെന്ന്. ഇന്ത്യക്കൊപ്പം വേണ്ടത് മികച്ച വ്യാപാര ബന്ധമാണ്, അല്ലെങ്കിൽ താരിഫ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ തകർക്കാം എന്ന ലക്ഷ്യമല്ലെന്ന്. ഇത്തരത്തിലാണ് ട്രംപിന് തിരിച്ചടികൾ ലഭിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.